ഗായ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്? എൻ്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, MS നിങ്ങളെ വിളിക്കുന്നത് വേറൊന്നിനുമല്ല. നിങ്ങൾക്ക് ഓണം എക്സാം ഉണ്ടോ ഇല്ലേ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാപ്റ്റേഴ്സുകളുടെ പെൻഡിങ് ആയി കിടക്കും. ഞാൻ ഇന്ന് ട്യൂഷൻ സെൻറ്ററിൽ പോയ സമയത്ത് കുട്ടികൾ ഭയങ്കര ടെൻഷനിലാണ്. എന്താണെന്നറിയോ? അവർക്കറിയില്ല അവരെന്താ പഠിക്കുന്നത് എന്ന്. മാത്സിൽ സെറ്റ്സ്, റിലേഷൻ ആൻഡ് ഫങ്ഷൻസ്, ട്രിഗണോമെട്രിക്, കോംപ്ലക്സ് നമ്പേഴ്സ്, ലീനിയർ ഇൻഇക്വാലിറ്റീസ്, ഈ 5 ചാപ്റ്റേഴ്സുകൾ ഇങ്ങനെ ഓണപ്പരീക്ഷയുടെ സിലബസുകളായി കിടക്കുമ്പോൾ എനിക്ക് ഓണപ്പരീക്ഷ ഉണ്ടോ ഇല്ലേ എന്ന ചോദ്യമാണ് കുട്ടികൾ ചോദിക്കുന്നത്. ഫിസിക്സിലേക്ക് വരുമ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റും, മോഷനിനെ സ്ട്രൈറ്റ് ലൈനും, മോഷനെ പ്ലെയിനും കഴിഞ്ഞ് ലോസ് ഓഫ് മോഷനിലേക്ക് എത്തുമ്പോൾ 4 ചാപ്റ്റേഴ്സുകളോട് കിടക്കുക. കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ സമയത്ത് സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ബയോളജിയിലേക്ക് വരുന്ന സമയത്ത് ആനിമൽ കിൻഡവും പ്ലാന്റ് കിൻഡവും എല്ലാം കൂടി കുട്ടിക്ക് പറ്റുന്നില്ല. കുട്ടി പറയാ, സാറ് സയൻസ് എടുത്ത് പെട്ടുപോയോ എന്ന് സംശയമുണ്ട്. അതായത് സയൻസ് എടുത്തിട്ട് പെട്ടുപോയോ എന്നെനിക്ക് സംശയമുണ്ട് സാർ എന്നാ കുട്ടി പറയുമ്പോൾ ആ കുട്ടിയോട് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ: 10ാം ക്ലാസ്സിനേക്കാൾ വലിയ സിലബസ് ആയിരിക്കോ ചെറിയ സിലബസ് ആയിരിക്കോ +1 ഉണ്ടാവുക? അപ്പം ആ കുട്ടി പറഞ്ഞു, വലിയ സിലബസ് ആയിരിക്കുമല്ലോ. പക്ഷെ ഇത് വല്ലാണ്ട് വലുതായിപ്പോയല്ലോ. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, 10ാം ക്ലാസ് വരെ ആ കുട്ടി ടെക്സ്റ്റ് ബുക്കിൽ എഴുതി പഠിച്ചതാ. 10ാം ക്ലാസ്സിൽ ആ കുട്ടിക്ക് ചുറ്റുഭാഗവും പഠിപ്പിക്കാൻ അധ്യാപകരും, സ്കൂളിലെ അധ്യാപകർ, ട്യൂഷൻ സെൻ്ററിലെ അധ്യാപകർ, ഓൺലൈൻ അധ്യാപകർ, നാട്ടുകാർ, വീട്ടുകാർ, കുടുംബക്കാർ, കൂട്ടുകാർ എല്ലാവരും ഇങ്ങനെ 10ാം ക്ലാസ്. പക്ഷെ +1 എത്തിയപ്പോൾ ആരുമില്ല. ഒരാളില്ല, കൂടെ പഠിച്ച കൂട്ടുകാരില്ല, കുടുംബക്കാരില്ല, നാട്ടുകാരില്ല, ആരുമില്ല ഒന്ന് തിരിഞ്ഞു നോക്കാൻ. ഷോക്കേസിൽ കൊണ്ടുവച്ച പല ട്രോഫികൾ മാത്രം അവിടെ ബാക്കിയായി. ചില ഫ്ലെക്സുകളിൽ തൻ്റെ ഫോട്ടോ മാത്രം ബാക്കിയായി. അവർക്കെല്ലാം പുതിയ കുട്ടികളെ കിട്ടി. ഞാനിപ്പോൾ ഇതാ ഏതോ ഒരു സ്കൂളിലെ ഏതോ ഒരു കോഴ്സിൽ കിട്ടിയിട്ട് ഞാൻ കുടുങ്ങി കിടക്കുകയാണ് സാർ. അത്തരം കുട്ടികളെ MS വിളിക്കുക. നാളെ ഓഗസ്റ്റ് 11-ാം തീയതി ഞായറാഴ്ച രാത്രി 7:30 MS സൊല്യൂഷൻസ് +1 +2 എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് നീ വാ. എന്തിനാണെന്നറിയോ? ഞാൻ നിനക്ക് ഒരു അടിപൊളി സ്റ്റഡി പ്ലാൻ തരാം. ഇത് തമാശക്കുള്ള സ്റ്റഡി പ്ലാനോ അല്ലെങ്കിൽ വെറുതെ റീച്ച് കിട്ടാനുള്ള സ്റ്റഡി പ്ലാനോ അല്ല. ഈ ഒരു സ്റ്റഡി പ്ലാൻ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ഓണപ്പരീക്ഷയുടെ എല്ലാ ചാപ്റ്റേഴ്സുകളും നിനക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. വെറും ഒരു തിയറി എടുത്തു പോകുന്ന ഓണപ്പരീക്ഷയുടെ സിലബസ് അല്ല, ലൈവുകളല്ല. എന്താ അത്? പക്കാ ഷുവർ ക്വസ്റ്റ്യൻസ്. ഓരോ ടീച്ചേഴ്സും വന്ന് 20ഓളം പക്കാ ഷുവർ ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളെ പഠിപ്പിച്ചിരിക്കും. MS-ന്റെ പക്കാ ഷുവർ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത അറിയാത്ത ഒരു SSLC കുട്ടി ഇല്ലല്ലോ. ആ SSLC കുട്ടിയാണ് ഇപ്പോൾ +1 എത്തി നിൽക്കുന്നത്. നീ എടുത്തത് ബയോ സയൻസോ കമ്പ്യൂട്ടർ സയൻസോ സൈക്കോളജി സയൻസോ എന്ത് സയൻസും ആയിക്കോട്ടെ, നിനക്ക് പഠിക്കാൻ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയോ CS ഒക്കെ ഉണ്ടെങ്കിൽ നീ വരണം. ഓഗസ്റ്റ് 11-ാം തീയതി ഞായറാഴ്ച രാത്രി 7:30 MS സൊല്യൂഷന്റെ ചാനലിലേക്ക് നീ വരണം. വന്നൊന്ന് പോകണം. എന്തിനാണെന്നറിയോ? എന്താണ് ആ സ്റ്റഡി പ്ലാനിന്റെ പ്രത്യേകത എന്ന് നീ ഒന്ന് അറിയണം. ഇത് വെറും ഒരു സ്റ്റഡി പ്ലാൻ അല്ല. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുക, സ്കൂൾ കട്ട് ചെയ്യുക, അതൊന്നുമല്ല സ്റ്റഡി പ്ലാൻ. സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ തരുന്ന സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ MS ഉറപ്പിച്ച് പറയുന്നു, സെപ്റ്റംബർ 3-ാം തീയതി നടക്കാൻ പോകുന്ന ഓണപ്പരീക്ഷയിൽ, അത് സ്കൂളുകാർ നടത്തിയാലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയാലും ശരി, ആ ഓണപ്പരീക്ഷയിൽ മാർക്ക് ടീച്ചേഴ്സ് തരുമ്പോൾ ആ ക്ലാസ് റൂമിലെ ആദ്യത്തെ 10 സ്റ്റുഡൻറ്റിൽ ഒരു സ്റ്റുഡൻറ്റ് നീ ആയിരിക്കും. 100% ഗ്യാരണ്ടി നിന്നുകൊണ്ട് MS പറയുന്നു, നിന്റെ ക്ലാസ് റൂമിലെ അടിപൊളി പഠിപ്പികളിലെ 10 കുട്ടികളെ ഒരു ടീച്ചർ വന്ന് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ അതിലൊരു കുട്ടി നീ ആയിരിക്കും. നിന്നെ അതിലേക്ക് ഞാൻ എത്തിച്ചു തരും. നീ 10ാം ക്ലാസ്സിൽ ഫുൾ A+, 9, 8, 7, 6, 5, 4, 3, 2 ഒന്നും ഇവിടെ വിഷയമില്ല. നേരെ വന്നാൽ മതി. ഈ വരുന്ന ഞായറാഴ്ച ഓഗസ്റ്റ് 11-ാം തീയതി രാത്രി 7:30 MS സൊല്യൂഷൻസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ വരണം. +1 +2 യൂട്യൂബ് ചാനലിലേക്ക് വരണം. പറ്റുമെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനെയും കൂട്ടി പോര്. ഇത് തമാശയായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ അല്ല, അടിപൊളി പ്ലാനാണ്. ഞാൻ ആ പ്ലാൻ ഇപ്പോൾ റിവീൽ ചെയ്യാത്തത് നാളെ അത് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതെനിക്ക് പറയണം ഇങ്ങനെ ഉണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഒരു കുട്ടിക്ക് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് കിട്ടുകയും ചെയ്യും. എന്നാൽ പക്ക ഷുവർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും.
ചോദ്യങ്ങളിലൂടെ നിങ്ങളെ കൊണ്ട് ഉത്തരം പഠിപ്പിച്ചിരിക്കും മിസ്റ്റർ സുപ്രീം ടെൻഡർ ഓഫ് ദ പോലീസ്. ഷാൽ ഐ റിമൈൻഡ് യു സംതിങ്? നാളെ രാത്രി 7:30 ലൈവ് ഉണ്ട്. വന്നാൽ മതി. ആ ലൈവിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുക്കും. ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ അടിച്ചു പൊളിക്കുക, നോട്ടിഫൈ മീ എനേബിൾ ചെയ്യുക, എന്നിട്ട് കാത്തിരിക്കുക നാളെ രാത്രി 7:30. ഒരു കാര്യം കൂടി ചെയ്യണം. ഈ വീഡിയോയുടെ അടിയിൽ നീ വരാൻ റെഡിയാണെങ്കിൽ യെസ് സാർ ഐ എം റെഡി സാർ എന്ന് നീ കമൻറ്റ് ചെയ്തിരിക്കണം. ചെറുപ്പക്കാരി, നിന്റെ കമൻ്റാണ് ഞാൻ കാത്തിരിക്കുന്നത്. യെസ് ഐ എം റെഡി സാർ എന്ന് പറഞ്ഞിട്ട് MS-ന്റെ സ്മൈല് വിട്ടുകൊണ്ട് നാളെ രാത്രി 7:30 ലൈവിലേക്ക് വന്നുകൊള്ളണം. നിനക്ക് തരാൻ പോകുന്നത് അടിപൊളി ഓഫറാ. വന്നോളണം നീ. ഓക്കെ അല്ലേ? സോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.